بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നാം ഏവരെയും ആക്കിത്തരും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അല്ലാഹു രക്ഷയും സുഖവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് 104-ാമത്തെ വീഡിയോ ആണ്. ഇതിലെടുക്കുന്നത് സൂറത്തുൽ ദുഹ, വല്ലൈലി എന്ന സൂറത്ത്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. 11 ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നത് നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യഹലോകത്തും പരലോകത്തും അല്ലാഹു നബിക്ക് ഉള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മുശ്രിക്കുകൾ പറഞ്ഞ പോലെ അല്ലാഹു നബിയെ ഉപേക്ഷിക്കുകയോ നബിയെ വെറുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെയധികം പ്രത്യേകമായുള്ള ആൾക്കാർ പറയുന്നു. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതിൽ അതിപ്രധാനമായത് ശഫാഅത്തുൽ ഉലമ, വലിയ നിലയിലുള്ള ശുപാർശയാണ്. ആ ശുപാർശയെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ആ ശഫാഅത്തുൽ ഉലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പിന്നെ നബിക്ക് പരലോകത്ത് വെച്ച് കൊടുക്കുന്ന ആത്തിഹിൽ വസീലത്ത വൽ ഫളീലത്ത വദ്ദറജത്ത റഫീഅത്ത വബഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദതഹു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദുആയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ബാങ്ക് കേട്ടവർക്കും ബാങ്ക് കൊടുക്കുന്നവർക്കും എല്ലാവർക്കും ആ ദുആ ചെയ്യൽ സുന്നത്താണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല. ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല. വസീലത്ത് എന്നയും ഫളീലത്ത് എന്ന് പറയുന്നതും സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. ദറജത്തുൽ റഫീഅത്ത, ഉന്നതമായ പദവിയും, മബഅസഹു മഖാമൻ മഹ്മൂദൻ, ഏറ്റവും സുദൃഢമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നീ യാത്രയാക്കി എന്നൊക്കെ പറയുന്ന സ്ഥാനമാനങ്ങൾ ചെറിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല, വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളാണ്. ഇതൊക്കെ അല്ലാഹു തആല നബിക്ക് ആഖിറത്തിൽ വെച്ച് നൽകുന്നതാണ്. അതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയതാണ് ശഫാഅത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. മറ്റേ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യുകയും അങ്ങനെ ആ മഹ്ശറയിൽ സുദീർഘമായ കാലം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് മഹ്ശറയിൽ കഴിച്ചു കൂട്ടുന്ന വേളയിൽ നബിയെ ശഫാഅത്ത് അനുസരിച്ചാണ് അല്ലാഹു തആല വിചാരണക്കെടുക്കുന്നത്. അതിനുശേഷമായിട്ട് വിചാരണ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കുന്നത്. അത് നബിക്ക് മാത്രമേ അതിന് അനുമതിയുള്ളൂ. മറ്റാർക്കും, ഒരു പ്രവാചകന്മാർക്കോ ഒരാൾക്കും പോലും അതിനുള്ള അനുമതിയില്ല. അത്രയും വലിയ സ്ഥാനമുള്ള ശഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന അതൊക്കെ അല്ലാഹു തആല നബിക്ക് കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള കുറച്ച് ത്യാഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറുപ്പത്തിൽ തന്നെ യതീമായി. നബി ജനിക്കുന്നതിന് മുമ്പേ നബിയുടെ പിതാവ് മരണപ്പെട്ടു. പിന്നെ നബി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് മരണപ്പെട്ടു. മാതാവ് മരണപ്പെടുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സാണ് പ്രായം. അപ്പോൾ മാതാവും പിതാവും ഈ ലോകത്തോട് വിട പറഞ്ഞ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറുപ്പം.
നമ്മളുടെ മക്കളൊക്കെ അങ്ങനെ ഒരു പ്രായത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ടയാളായിപ്പോയി. ആ സമയത്ത് നബിയുടെ വല്യപ്പയാണ് അബ്ദുൽ മുത്തലിബ് ആണ് നബിയെ പരിപാലിച്ചു കൊണ്ടുവന്നത്, വേണ്ടുന്ന സുരക്ഷകളൊക്കെ നൽകി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സമയത്താണ്, പിന്നെ 8 വയസ്സ് പ്രായമാണ്. പിന്നെയാണ് അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം അബൂ താലിബ് ഏറ്റെടുക്കുന്നത്, നബിയുടെ ഉപ്പാടെ ജ്യേഷ്ഠൻ. അങ്ങനെ ഏറ്റെടുത്ത് ഏതുവരേക്കും അദ്ദേഹം സംരക്ഷണം നൽകി. നബിക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നത് വരേക്കും അതിൻ്റെ അവിടുന്ന് കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. നബിക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടോ അബൂ താലിബ് ജീവിച്ചിരിപ്പുണ്ട്. കാരണം നബിക്ക് ഈ റിസാലത്ത് ലഭ്യമായ സമയത്ത് ഖുറൈശികളുടെ ബുദ്ധിമുട്ടിക്കലും വിഷമിപ്പിക്കലും ധാരാളം ഉപദ്രവിക്കലൊക്കെ നടന്നിട്ടുണ്ട്. അബൂ താലിബിന് അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നബിയിൽ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപ്പോ അങ്ങനെ ചെറുപ്പകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥയായി. പിന്നെ ദാരിദ്ര്യമാണെങ്കിൽ അതങ്ങനെ. പിന്നെ ചെറുപ്പത്തിൽ വഴിതെറ്റിപ്പോയ ഒരു കഥയുണ്ട്. ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് എന്നത്. അതിന് പകരമായിട്ട് 2-3 കാര്യങ്ങൾ ഉണ്ടായതിന് കാരണമായിട്ട് അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് 3 ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, അതെല്ലാം വഴിയെ നമ്മൾ പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. ഇത് ആദ്യമായിട്ട് അല്ലാഹു സത്യം ചെയ്ത് പറയാം. ളുഹയെ തന്നെ, ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. ളുഹാ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ളുഹയുടെ സമയമായി. ളുഹാ നമസ്കാരമുണ്ട്. ളുഹ എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ഉദിച്ച് പ്രകാശം വ്യാപിച്ചു കുറച്ച് കഴിയുമ്പോഴാണ് ളുഹയുടെ സമയം. ആ ളുഹ അങ്ങനെ ളുഹയുടെ സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യാം. ളുഹാ സമയത്തെ തന്നെ സത്യം എന്നാണ് വള്ളുഹ എന്ന് പറഞ്ഞാൽ അർത്ഥം. ളുഹ എന്ന് പറയുന്നത് ഹീന അഖ്സമ ബി വഖ്തിൽ ളുഹ വ സദ്റുൻ നഹാരി, പകലിന്റെ ആദ്യഘട്ടമാണ്. ഹീന തർതഫിഉ ശംസ്, സൂര്യൻ ഉദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ പകലിന്റെ പൂർവാഹന സമയമായി. അതുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. ളുഹാ സമയത്ത് തന്നെ സത്യം. പിന്നെ വല്ലൈലി, രാത്രിയെ തന്നെ സത്യം. ഇദാ സജ, ആ രാത്രി ശക്തമാവുകയും അത് എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യാം. പ്രപഞ്ചത്തെ ആകമാനം പ്രപഞ്ചത്തെ കീഴടക്കുകയും വ്യാപിക്കുകയും ചെയ്യുക, ശക്തിയായ ഇരുട്ട്. അങ്ങനെ ആവുമ്പോൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്, വഖ്സമ ബില്ലൈലി ഇദശ്ശദ്ദ ളലാമുഹു, രാത്രി കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. ഇദശ്ശദ്ദ ളലാമുഹു, അതിൻ്റെ ഇരുട്ട് ശക്തിയാകുമ്പോൾ വഗത്താ കുല്ല ശൈഇൻ ഫിൽ വുജൂദ്, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അത് മൂടിക്കളയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉള്ളപ്പോഴാണ് ഇദാ സജ എന്ന് പറഞ്ഞാൽ ശക്തിയായ ഇരുട്ട്, അത് പ്രപഞ്ചത്തെ ആകമാനം മൂടിക്കളയും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അല്ലാഹു രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുന്നത്, ളുഹാ സമയത്തെ കൊണ്ടും സത്യം ചെയ്യുന്നു. പിന്നെ
മാ വദ്ദാക്ക മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാ, സത്യം ചെയ്തിട്ട് പറഞ്ഞ് എന്താ പറയണത്? മഹാസമയത്ത് തന്നെ സത്യം, ഈ രാത്രി ശക്തിയായ ഇരുട്ട് പ്രപഞ്ചത്തിൽ ആകമാനം വ്യാപിക്കുമ്പോഴുള്ള രാത്രിയെ കൊണ്ട് തന്നെ സത്യം, രാത്രിയെ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താ? മാ വദ്ദാക്ക റബ്ബുക മാ വദ്ദാക്ക, തങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല. മാ വദ്ദാക്ക, നിങ്ങളെ അള്ളാഹു റബ്ബുക്ക, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. മാ വദ്ദാ, ഉപേക്ഷിച്ചിട്ടില്ല. ക, നിന്നെ, അല്ലെങ്കിൽ നിങ്ങളെ. റബ്ബുക്ക, നിങ്ങളുടെ രക്ഷിതാവ്. നിന്നെ എന്നുള്ള അർത്ഥാണ് ഏകവചനമാണ്. ബഹുമാനപൂർവ്വം ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞെന്നുള്ളൂ. വമാ കലാ, അള്ളാഹു വെറുത്തിട്ടുമില്ല നിങ്ങളെ. നബിയെ, നിങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല, വെറുത്തിട്ടുമില്ല എന്ന് പറയണം. ഇവിടെ മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണ്? മുശ്രിക്കുകൾ പറഞ്ഞു, നബിയെ അള്ളാഹു ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവര് പറയാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടുമില്ല, നിങ്ങളെ വെറുത്തിട്ടുമില്ല. അതിന്റെ തഫ്സീർ, മാ തറക്കക റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൻദ് ഇഖ്താറക, നിങ്ങളെ തെരഞ്ഞെടുത്തയുടെ മുതൽ, പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തല്ലോ, അത് മുതൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. വല അബഗളക മുൻദു അഹബ്ബക, നിങ്ങളെ സ്നേഹിച്ചയുടെ മുതൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. വഹാദ റദ്ദുൽ മുശ്രിക്കീൻ ബഹുദൈവവിശ്വാസികൾക്ക് മറുപടിയായിട്ടാണ് ഈ പറഞ്ഞത്. അവർ പറഞ്ഞു, ഹജറഹു റബ്ബുഹു, മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ വെറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ ആയിത്തിറങ്ങിയത്. പിന്നെ വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, നാലാമത്തെ ആയത്ത്, വലല്ലാഹിറത്തു, തീർച്ചയായും പരലോകം, ഖൈറുൽ ലക, നിനക്ക് വളരെ ഉത്തമമായതാണ്, മിനൽ ഊലാ, ദുന്യാവിനേക്കാൾ. കാരണം ദുന്യാവ് നശിച്ചു പോകുന്നതാണ്, ആഖിറം ബാക്കിയാവുന്നതാണ്, അവശേഷിക്കുന്നതാണ്. ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പോലും, എന്തെന്ന്? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, പരലോകത്ത് ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല എന്ന് നബി എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, പരലോകത്ത് ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല എന്ന് നബി എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഹൈറായത് പരലോകത്തെ ജീവിതമാണ് ദുന്യാവിനേക്കാൾ. അൽ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം, ഹൈറുൽ, ഉത്തമമായതാണ്, ലക്ക, നിങ്ങൾക്ക്, മിനൽ ഊല, ദുന്യാവിലെ ജീവിതത്തേക്കാൾ നല്ലത് ആഖിറത്തിലെ ജീവിതമാണ് എന്ന്. അഞ്ചാമത്തെ ആയത്ത്, വലസൗഫ റബ്ബുക ഫതർദാ, വലസൗഫ യുഅ്തീക, പിന്നീട് എന്നാണ് സൗഫ എന്ന് പറഞ്ഞാൽ. യുഅ്തീക, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് തരും. യുഅ്തീക, നിങ്ങൾക്ക് തരും. റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവും. ഫതർദ, അപ്പോൾ നിങ്ങൾ തൃപ്തിപ്പെടും. ആഖിറത്തിൽ വെച്ചിട്ട് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ശഫാഅത്തുൽ ഉലമ എന്നുള്ളത്. ശഫാഅത്ത് ചെയ്യാനുള്ള ഒരു അനുമതി അത് റസൂലിന് മാത്രമായിരിക്കും. അങ്ങനെ റസൂൽ ഇത്രയും വലിയൊരു സ്ഥാനമുള്ള, പിന്നെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വസീല, ഫദീല എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളെല്ലാം ലഭ്യമാവുമ്പോൾ അത് വലിയൊരു നേട്ടമായിരിക്കും റസൂലിന്. അപ്പോൾ നബി സംതൃപ്തനാകും എന്ന് പറയുന്ന അല്ലാഹു. പിന്നീട് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് തരും, അപ്പോൾ നിങ്ങൾ സംതൃപ്തനാകും. ഇതിൻ്റെ ഇതിൽ തഫ്സീർ പറയുന്നത്, സൗഫിയഅ്തീക റബ്ബുക ഫിൽ ആഖിറ മിന സവാബിൽ കറാമത്തി വശഫാഅത്തി, അവിടെ പ്രതിഫലം, കറാമത്ത്, ബഹുമാനം, ശഫാഅത്ത്, ശുപാർശ ചെയ്യാനുള്ള അധികാരം, ഇതല്ലാത്ത മറ്റ് പല കാര്യങ്ങളും അല്ലാഹു കൊടുക്കും ആഖിറത്തിൽ വെച്ച്. എങ്ങനെ എന്നിട്ടോ ആ സന്ദർഭത്തിൽ നബി സംതൃപ്തനാകും.
ആറാമത്തെ ആയത്ത് അലം യജിദക യതീമൻ ഫആവാ. അലം യജിദക, നിന്നെ അവൻ കണ്ടിട്ടില്ലേ? നബിയോട് ചോദിക്കുക. അലം യജിദക, അള്ളാഹു നിന്നെ കണ്ടില്ലേ? യതീമൻ, അനാഥയായിട്ട്. ഫആവാ, അപ്പോൾ അങ്ങനെ നിനക്ക് സംരക്ഷണം തന്നു അവൻ. അലം യജിദക യതീമൻ ഫആവാ. അലം അലം തക്കുൻ യതീമൻ ഫി സിഗരിക. ഇതിന്റെ തഫ്സീറില് അലം തക്കുൻ യതീമൻ, നീ ഒരു അനാഥയായിരുന്നില്ലേ? ഫി സിഗരിക, നിന്റെ ചെറുപ്രായത്തിൽ. ഫാവാക്കല്ലാഹു, അല്ലാഹു തആല നിനക്ക് അഭയം തന്നു. ഇലാ അമ്മിക അബീ ത്വാലിബ് വളമ്മക ഇലൈഹി, നിങ്ങളുടെ മൂത്താപ്പ അബൂ താലിബിന്റെ അടുത്തേക്ക് കൂട്ടിത്തന്നു, ചേർത്ത് തന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് അഭയം തന്നു. ഇവിടെ ഇബ്നു കസീർ വലിയ മുഫസ്സിറാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയാണ്. ذلك أن أباه توفي وهو حمل في بطن أمه ثم توفيت أمه وله من العمر 6 سنين ثم كان في كفالة جده عبد المطلب إلى أن توفي وله من العمر 8 سنين فكفله أمه أبو طالب. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. വഹുവ ഹംലുൻ ഫീ ബത്നി ഉമ്മിഹി, അദ്ദേഹം ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പ്രസവത്തിന് ശേഷമായിട്ട് സുമ്മ തൂഫിയത്ത് ഉമ്മുഹു, അങ്ങനെ പ്രസവിച്ചു. 6 വയസ്സായി നബിക്ക്. 6 വയസ്സ്. അങ്ങനെ വലഹൂമിനുള്ള സിറ്റുസിനെ 6 വയസ്സായി. ആ സമയത്ത് ഉമ്മയും മരിച്ചു. 6 വയസ്സിലാണ്. നേരത്തെ പറഞ്ഞത് 8 വയസ്സെന്നാണ്, അതല്ല 6 വയസ്സ്. 6 വയസ്സിൽ ഉമ്മയും മരിച്ചു. ഉമ്മക്കാന ഫീ കഫാലത്തി ജദ്ദിഹി അബ്ദുൽ മുത്തലിബ്, ഉമ്മ മരിച്ചതിന് ശേഷം സംരക്ഷണ ചുമതല അബ്ദുൽ മുത്തലിബ് വല്യപ്പ ഏറ്റെടുത്തു, ഉപ്പാടൊപ്പം. ഇലാൻ തൂഫിയ, അങ്ങനെ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത് വരെ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ വലഹുമിനെല്ലാം സമാനസിനിയിൽ 8 വയസ്സാണ്. അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോഴാണ് 8 വയസ്സ്. അങ്ങനെ പിന്നെ അബൂ താലിബ് ഏറ്റെടുത്തു നബിയുടെ സംരക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ പ്രവാചകത്വം നൽകി. അതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും എല്ലാ നിലയ്ക്കുള്ള ഏതു തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും മറ്റുള്ള ഖുറൈശികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പോലും എല്ലാ നിലയിലും രക്ഷിച്ചു. അപ്പോൾ ഇതെല്ലാം ചെയ്തു. ആ യതീമായിരിക്കുന്ന സമയത്ത് ആ യതീമിന് അങ്ങനെ ഒരു വിഷമമില്ലാതെ കണ്ട്, അതിൻ്റെ മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നു 25 വയസ്സിൽ. ഈ 25 വയസ്സിൽ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹം അന്വേഷിക്കുകയും അതിന് വേണ്ടതൊക്കെ ചെയ്തത് ആരാ? മൂത്താപ്പ അബൂ താലിബായിരുന്നു. നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അബൂ താലിബ് നബിയുടെ വിവാഹാന്വേഷണം നടത്തുകയും അങ്ങനെ നിക്കാഹിന് ഖുത്ബ ഓതുകയും ചെയ്തിട്ടുള്ള അതൊക്കെ നമ്മൾ ഖുത്ബ ഓതിയ വാചകങ്ങൾ പോലും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ ആയത്ത്, 6 ആയത്തുകൾ എടുത്തു. ഇനി 5 ആയത്ത് അടുത്ത വീഡിയോയിലുള്ള ഇൻഷാ അല്ലാഹ് എടുക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.